ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ട പോലെ ഹാൻഡ് മെയ്ഡ് ജേർണൽ സപ്ലൈസ് വീഡിയോ ആണ്. ഞാൻ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ഇട്ടപ്പോൾ കുറച്ച് പേർക്ക് ഹാൻഡ് മെയ്ഡ് ജേർണൽ സപ്ലൈസ് വേണമെന്നാണ് പോളിൽ വോട്ടിട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഓക്കെ ഇത് ചെയ്യാമെന്ന്. അതിനോടൊപ്പം തന്നെ വാൾ ഡെക്കോർസും ഹാൻഡ് മെയ്ഡ് വാൾ ഡെക്കോർസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനും കുറേ വന്നിട്ടുണ്ട്. ബട്ട് അതിനേക്കാളും എനിക്കും ഇപ്പോൾ എന്താ പറയുക ആവശ്യമുള്ളത് ഈ ഹാൻഡ് മെയ്ഡ് ജേർണൽ സപ്ലൈസാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാനിപ്പോൾ അധികവും ചെയ്യുന്നത് ഷോർട്ട്സായിട്ട് ജേർണൽ തന്നെയാണ്. അപ്പോൾ അത് മിനി ജേർണൽ സീരീസും ഉണ്ട്, അതേപോലെ നമ്മൾ ഈ നോർമൽ ജേർണലും ഉണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ പാറ്റേൺ പേപ്പേഴ്സ്, അതേപോലെ മിനി സൈസുള്ള പാറ്റേൺ പേപ്പേഴ്സും, പിന്നെ വാഷി ടേപ്പ്സ്, ക്വാഡ് ലാബൽസ്, അതേപോലെ പോളറോയിഡ് പിക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കേഴ്സ് ടൈപ്പ് ഉണ്ട് ജേർണൽ ചെയ്യുമ്പോൾ, അതൊക്കെയാണ്. പിന്നെ അതേപോലെ DIY സ്റ്റിക്കേഴ്സ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാനത് ഫുൾ കാണിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സും അതേപോലെ DIY ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് എന്നെല്ലാം പറഞ്ഞൊരു ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് വേണമെന്നുള്ളവർ അതും കൂടി കാണുക. ഇതെന്തായാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. എന്ന് വെച്ചാൽ ഒന്നാമതേ വീഡിയോ ലെങ്തിയാണ്, അതിൻ്റെ ഒപ്പം പിന്നെ ലെങ്തി ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാണണം എന്നുള്ള ആൾക്കാർ എന്തായാലും എൻ്റെ ചാനലിൽ നോക്കി അത് കാണാൻ പറ്റും, DIY സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഇൻട്രോനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ക്രാഫ്റ്റ് ആൻഡ് ജേർണൽസ് അല്ലെങ്കിൽ എങ്ങനത്തെ സപ്ലൈസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് പാറ്റേൺ പേപ്പേഴ്സാണ്. അപ്പോൾ പാറ്റേൺ പേപ്പേഴ്സിൽ ഞാൻ ഫസ്റ്റ് തന്നെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് കാണിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ ഗ്രിഡ് പേപ്പറാണ്. അപ്പോൾ ഗ്രിഡ് ഡിസൈനിൽ വരുന്നതാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് പിങ്ക് കളറിലാണ് ചെയ്തതെന്ന് വെച്ചാൽ അതൊരു പേസ്റ്റൽ ടച്ചും ഒരു ഹൈലൈറ്റ് ടച്ചും ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് അത് ചെയ്തത്. അത് ജസ്റ്റ് സിമ്പിളായിട്ട് കണ്ട പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ബ്ലൂവിൽ ഒരു ജസ്റ്റ് ലൈൻ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹാർട്ട്സും കൂടി അതിൻ്റെ മുകളിൽ റെഡ് കളറിൽ വരച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ അതും. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ കുറച്ച് എന്താ പറയുക വയലറ്റ് കളറിൽ ഹാർട്ട് വരച്ചെടുത്തു, കുറച്ച് പല പല സൈസിൽ. അപ്പം അത് കുറച്ചും കൂടി എന്താ പറയുക സിമ്പിളാണ്. ബട്ട് അതിന് കുറച്ചും കൂടി ഇതാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാപ്പ് ഇടുന്നതിനെക്കാട്ടും ഗ്യാപ്പ് ഇടാണ്ട് വരക്കുമ്പോഴാണ് അത് രസം കാണാനും. അപ്പം അത് എന്താ പറയുക കുറച്ച് സമയം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഐഡിയ എന്ന് വെച്ചാൽ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടില്ലാണ്. അത് റെഡ് കളർ പെയിൻറ്റിൽ യൂസ് ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ വൈറ്റ്നർ ഉണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. വൈറ്റ്നർ ഇല്ലെങ്കിൽ വൈറ്റ് കളർ പെന്നുണ്ട്, അതും അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. ബട്ട് വൈറ്റ് പെയിൻറ്റിനെക്കാട്ടും എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത് വൈറ്റ്നറാണ്. ബട്ട് വൈറ്റ്നർ ഇങ്ങനെ കുത്തി ലാസ്റ്റ് കൈവേദന എടുക്കാൻ തുടങ്ങി. എന്നിട്ട് അതത്രയേ ഉള്ളൂ. ഇനി ഇത് അഞ്ചാമത്തെ ഐഡിയ ആണ്. ഇതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഐഡിയ ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം ചെയ്ത് വെച്ച കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് വെക്കുന്നുണ്ട്. അതിൻ്റോടൊപ്പം തന്നെ ഞാൻ മിനി പാറ്റേൺ പേപ്പേഴ്സും വെക്കുന്നുണ്ട്. മിനി പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതേ സെയിം ഡിസൈൻസ് തന്നെ, ഡിസൈന് കുറച്ച് സൈസ് പറഞ്ഞ പേപ്പറിൽ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അപ്പം ഈ സെക്ഷൻ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. അപ്പം നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വാഷി ടേപ്പ്സാണ്. അപ്പോൾ വാഷി ടേപ്പ്സ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് ജേർണൽ ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ വളരെ രസമാണ് കാണാൻ, ബട്ട് സിമ്പിളും ആണ്. വാഷി ടേപ്പ്സ് അഫോർഡബിളായിട്ട് ഓൺലൈൻ സ്റ്റോക്ക് കിട്ടുന്നുണ്ട്. ബട്ട് എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതിൻ്റെ അത്ര എവിടെ നിന്ന് കിട്ടിയാലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത സപ്ലൈസ് കൊണ്ട് ചെയ്യുമ്പോൾ അത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ജേർണൽ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നും. നമ്മൾ ചെയ്ത സപ്ലൈസ് കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള പോലെ തന്നെ ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഫ്ലോറൽ പ്രിൻ്റുള്ള പോലത്തെ ടൈപ്പാണ്. എന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക റോസ് ടൈപ്പ് വരച്ചു പല പല കളറിൽ. പല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പല കളറ് വരക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ലാസ്റ്റ് 3 കളറിൽ ഒതുങ്ങി. ബട്ട് കുഴപ്പമില്ല, രസമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ 2 പീസിലാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ A4 ഷീറ്റ് മുറിച്ചത് കാണിച്ചല്ലോ 2 അതേപോലെ തന്നെയാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പാറ്റേൺ പേപ്പേഴ്സിലൊരു ഫുൾ A4 ഷീറ്റ് 4 പീസസ് ആക്കി. ഇതെന്ന് പറയുന്നത് 16 പീസസ് ആക്കി. അപ്പോൾ 16ൻ്റെ ഹാഫ് 8, അപ്പോൾ 8 ഡിസൈൻസാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. 2 പീസസ് ജോയിൻ ചെയ്ത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സൈസ് വരുന്നത് ഞാൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റത്തെ ഉണ്ടല്ലോ എന്നിട്ട് 2 പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഈ ഐഡിയ എന്ന് പറയുന്നത് ഗ്രീൻ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ, ഇതെൻ്റെ പണ്ടത്തെ ഒരു കളർ ബുക്കാണ്. ഇത് എന്താ പറയുക കളറിൽ അടിച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ, ബട്ട് അതിപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഫെവിക്കോൾ ഉണ്ട്, പെയിൻ്റ് ഉണ്ട്, ഗമ്മുണ്ട്, ഉള്ള എല്ലാ സംഭവം അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ബാക്ക്ഗ്രൗണ്ട് മേടിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഗ്രീൻ അവിടെ ഞാൻ ഉണങ്ങാൻ വെച്ച സമയം കൊണ്ട് ഞാൻ അടുത്ത ഈ ബ്ലൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ബ്ലൂവും ഗ്രീനും ഞാൻ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. പെയിൻറ്റ് യൂസ് ചെയ്ത് അതിൻ്റെ മുകളിൽ വൈറ്റ്നർ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഗ്രീൻ ഇപ്പോൾ ഉണങ്ങി എല്ലാമായിട്ട് ഞാനിത് വൈറ്റ്നർ കൊണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. ഗ്രീൻ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബ്ലൂവിൽ ഞാൻ ഹാർട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഹാർട്ട് എന്താ പറയുക വൈറ്റ്നറെ കൊണ്ടൊന്നും അത്ര ഷേപ്പിൽ വരയ്ക്കാൻ പറ്റുന്നില്ല, അതൊരു റിയാലിറ്റി ആണ്. ബട്ട് ഞാൻ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഒരു ഗ്രിഡ് തന്നെയാണ്. അത് എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിൾ കൈ കൊണ്ട് തന്നെ വരയ്ക്കുന്നൊരു ഡിസൈനിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈൻസ് വരച്ച് കൊടുക്കുക, എന്നിട്ടത് ഒരു ഗ്രിഡ് മോഡലാക്കുക. അതും അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നതും ഗ്രിഡ് തന്നെയാണ്. അത് ബ്ലാക്കിൽ വരുന്നത് ജസ്റ്റ് നിറയെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ തന്നെയാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ് ഇത്. ജസ്റ്റ് ഒരു ബ്ലാക്ക് പെൻ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രിഡ് വരഞ്ഞെടുക്കുക, അത്ര തന്നെ. 2 പേപ്പറിൽ ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് 4 പീസിലിങ്ങനെ ചെയ്തിട്ട് കുറച്ച് ലോങ് ആക്കാമെന്ന്. ബട്ട് എൻ്റെ അടുത്ത് ഓൾറെഡി ഇതേ ഡിസൈനുള്ള ഒരു എന്താ പറയുക വാഷി ടേപ്പ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്ര മതിയെന്ന്. ഇത് തന്നെ കുറേ ചെയ്താൽ നല്ല രസമുണ്ടാവും കാണാൻ, ഈ ഗ്രിഡ് ബ്ലാക്കിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് ചെയ്തത് ഈ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഡിസൈനാണ്. ജസ്റ്റ് ഒരു ഹാർട്ട് വരച്ച് കൊടുക്കുക റെഡ് കൊണ്ട്. അപ്പം ഹാർട്ട് വരച്ചാണോന്നറിയില്ല, അത് ഈ ഒരു ഷേപ്പിന് കിട്ടുന്നില്ല. ഫസ്റ്റ് തൊട്ടല്ല എന്നാലും ഒരു കിട്ടുന്നുണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ എന്താ പറയുക ലാസ്റ്റ് തൊട്ട് കിട്ടുന്നേ ഇല്ല. അപ്പോൾ അതും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതും അത്ര തന്നെ. ഇനി എന്താ പറയുക ഒരു ബ്ലൂ ഗ്രിഡാണ്. അത് ഞാൻ ഹൈലൈറ്റർ കൊണ്ടാണ് ചെയ്തത്. ജസ്റ്റ് ഒരു ഹൈലൈറ്റർ ഇങ്ങനെ എന്താ പറയുക ഗ്രിഡ് മോളിൽ വരയ്ക്കുക, ഇതിൽ കാണുന്ന പോലെ. അതും അത്രയേ ഉള്ളൂ. എല്ലാം സിമ്പിളാണ് ഞാൻ ഇപ്പോൾ ചെയ്തതെല്ലാം. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ബട്ട് കാണാൻ കുറച്ചും കൂടി എന്താ പറയുക കവായി എസ്തറ്റിക് മോഡലിൽ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള തന്നെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് മിക്കതും. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐഡിയ ഇതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പിങ്ക് ഹൈലൈറ്റർ കൊണ്ട് ഞാൻ ചെയ്തൊരു ഐഡിയ ആണ്. അപ്പം ഇത് എന്ത് ഡിസൈനാണെന്നറിയില്ല, ഒരു ഡിസൈന് പിൻട്രസ്റ്റിൽ കണ്ടു അതേപോലെ ചെയ്തു. അപ്പം ഇത്രയും എന്താ പറയുക വാഷി ടേപ്പാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ടേപ്പിൻ്റെ രൂപത്തിൽ കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു എന്താ പറയുക കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുകയാണ്. ഇത് കട്ടിയുള്ളൊരു കാർഡ് ഉണ്ടാവില്ല നമ്മളോ,
ആ ഒരു കാർഡ് പേപ്പർ അതാണ് എടുത്തത്. അപ്പം അതൊന്ന് റൗണ്ടിൽ മുറിച്ചെടുത്തു. എന്നിട്ട് സ്റ്റാപ്ലർ കൊണ്ട് അടിക്കുകയാണ് ചെയ്തത്. എന്താ പറയുക, ഫെവിക്കോളിലിട്ട് ഒട്ടിക്കാൻ പറ്റും, ബട്ട് ഒട്ടിക്കാൻ കുറച്ച് ടൈം വേണ്ടി വരും ഒട്ടാൻ. അപ്പം അത്രയും ടൈം നമുക്കില്ലല്ലോ, നമുക്ക് സ്പീഡിൽ ഈ എന്താ പറയുക ലെങ്ത്ത് കൂട്ടാണ്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക സ്റ്റാപ്ലർ കൊണ്ട് പിന്നെ ചെയ്യുകയാണ് ചെയ്തത് അവിടെ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന പോലെ. എന്നിട്ട് ലാസ്റ്റ് അതിങ്ങനെ എന്താ പറയുക പോരാണ്ടിരിക്കാൻ അവിടെ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞ് പീസ് കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന എന്താ പറയുക പ്രോസസ്സ് തന്നെയാണ്, ബട്ട് എന്നാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അപ്പം ഇത് അത്രയേ ഉള്ളൂ വാഷി ടേപ്പിൻ്റെ സെക്ഷൻ. അപ്പം നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കോഡ്സ് ലാബിൾസ് അല്ലെങ്കിൽ കോഡ് സ്റ്റിക്കേഴ്സ് എന്ന് പറയാം. അപ്പം ഇത് ചെയ്യാൻ സിമ്പിളാണ്. ജസ്റ്റ് കുറച്ച് വേർഡ്സ് എഴുതി കൊടുക്കുക. ഞാനിവിടെ നോട്ട്ബുക്കിൻ്റെ എന്താ പറയുക ലൈൻസുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഓരോ ലൈനിൻ്റെ ഇടക്ക് ആയിട്ട് എഴുതി കൊടുത്തു. അപ്പോൾ ഈ ഒരു മോഡലിൽ കിട്ടും. അപ്പോൾ എന്താ പറയുക ഞാൻ ഈ വേർഡ്സൊക്കെ എന്താ പറയുക മോട്ടിവേഷൻ വേർഡ്സ് അതേപോലെ ഇൻസ്പിറേഷൻ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് തപ്പിയിട്ട് അത് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അതും അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്താ പറയുക ഞാൻ ലാസ്റ്റ് ഒരു മറ്റേ നേരത്തെ കാണിച്ചൊരു കട്ടിയുള്ളൊരു കാർഡ് ഷീറ്റ് ഉണ്ടല്ലോ, അപ്പം അതെടുത്ത് അതൊന്ന് ഗ്രിഡായിട്ട് വരഞ്ഞ്, ഈ ഗ്രിഡ് എന്ന് പറയുന്ന സംഭവം എനിക്കെന്താണെന്നറിയില്ല ഈ ജേണലിൽ കൂടുതലായിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നല്ല രീതിക്ക് ആ ഗ്രിഡ് ഡിസൈൻ കാണാനുണ്ടാവും. എല്ലാത്തിലും ഒരു ഗ്രിഡ് മായമുണ്ട്. അത് കഴിഞ്ഞ് അതൊന്ന് ഞാൻ എന്താ പറയുക നമുക്ക് ഈ ഒട്ടിച്ചാൽ ഇങ്ങോട്ട് ഈ ഒരു പശയും അതേപോലെ നമുക്ക് പിന്നെ അത് റീയൂസബിളായിട്ട് ഒട്ടിക്കാൻ പറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ സെലോ ടാപ്പ് കൊണ്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഈ വീഡിയോ കാണുമ്പോൾ തിരിയും, ഞാൻ പറയുന്നതിനെക്കാട്ടും തിരിയുന്ന വീഡിയോ കാണുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് എന്താ പറയുക ഗമ്മോ ഫെവിക്കോളോ വെച്ച് ഒട്ടിച്ചെടുക്കുക. ട്രസ്റ്റ് മീ ഗായ്സ്, എന്തായാലും എനിക്ക് അത് വർക്കാകുന്നുണ്ട്, അതിങ്ങ് പോരുന്നുണ്ട് നല്ല രീതിക്ക് ഒട്ടിച്ചിട്ട്. അത് എന്താ പറയുക നെക്സ്റ്റ് നമ്മൾ ആ ബുക്കിൽ ഒട്ടിക്കാൻ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്, അവിടെ തന്നെ സ്റ്റിക്കായി നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ സെക്ഷനും അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് സെക്ഷനാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പോളറോയിഡ്സാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഐഡിയ. ഇത് കഴിഞ്ഞിട്ട് DIY സ്റ്റിക്കേഴ്സ് ആയിട്ടൊന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, ബട്ട് അത് എന്താ പറയുക ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ഫുൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ക്ലിപ്പ് ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഞാനൊരു A4 ഷീറ്റിൻ്റെ ഹാഫ് പാർട്ട് എടുത്തു. എന്നിട്ട് അത് ഞാൻ ഈ വീഡിയോ കാണിച്ച പോലെ ഒന്ന് മടക്കി ആ മടക്ക് വരുന്ന ഭാഗത്തോട്ട് കട്ട് ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. എന്നിട്ട് എന്താ പറയുക ഇതേപോലെ ഒരു ബോക്സ് വരച്ചെടുത്ത് ജസ്റ്റ് കൈ കൊണ്ട് റഫായിട്ട് വരയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു രസം. സ്കെയിൽ കൊണ്ട് വരച്ചാലും രസം ഉണ്ടാവും, ബട്ട് റഫായിട്ട് വരക്കുമ്പോഴാണ് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ടൊന്ന് തോന്നിക്കുക, ഈ ഒരു ഫീൽ വരിക. അപ്പം അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക ഈ ഒരു സ്ക്വയർ വരച്ചെടുക്കുക. പിൻട്രസ്റ്റിൽ നിന്ന് കോപ്പി എടുത്ത് പേപ്പർ കോപ്പിയിൽ നിന്ന് എന്താ പറയുക ഞാൻ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അത് എന്താ പറയുക ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഒതുങ്ങുന്ന രീതിക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അത് വരക്കുക, അത് സിമ്പിളാണ്. എനിക്ക് വേറൊരു ഡിസൈനും കിട്ടിയില്ല. അല്ലാണ്ട് നമുക്ക് എന്താ പറയുക നമുക്ക് തന്നെ ഇഷ്ടമുള്ള ഡ്രോയിങ്സ് എല്ലാം വരയ്ക്കാം നമ്മളെ ഹാൻഡ്സ് കൊണ്ട് തന്നെ, പേപ്പർ കോപ്പി ഒന്നും യൂസ് ചെയ്യാതെ. ബട്ട് ഞാനിവിടെ പേപ്പർ കോപ്പി യൂസ് ചെയ്തു, പെട്ടെന്ന്
സംഭവം കഴിയേണ്ടിയിട്ട്. പിന്നെ അതൊന്ന് കളർ ചെയ്തെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ.